പല ചാനലുകളിലും വി ഡി സതീശന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് കണ്ണേ കരളെ VDSA എന്ന ടാഗ്ലൈൻ കണ്ടിരുന്നു. കണ്ണേ കരളെ VSA എന്നതിന് പകരം വി ഡി സതീശന്റെ പേരുകൊണ്ട് ആ വരി പല മാധ്യമങ്ങളും തിരുത്തി എഴുതിയിരുന്നു. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. VSനോട് മുഖ്യമന്ത്രി വി ഡി സതീശനെ താരതമ്യപ്പെടുത്താൻ 2 പതിറ്റാണ്ട് മുൻപത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ആവർത്തനമാണ് കാരണം. 2006 ജനവികാരത്തിന് മുൻപിൽ CPMന് മുട്ടുമടക്കേണ്ടി വന്നപ്പോൾ അതേ ജനവികാരത്തെ മാനിക്കാൻ 2026 കോൺഗ്രസും നിർബന്ധിതരായിരിക്കുകയാണ്. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് VS അച്യുതാനന്ദന് സീറ്റ് നൽകാതിരിക്കാൻ CPM ശ്രമിച്ചിരുന്നു. അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ PB ഇടപെട്ട് VSന് സീറ്റ് നൽകുകയും വിജയിച്ച LDF സർക്കാരിനെ നയിക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതോടെ ആരും വിളിച്ചുകൂട്ടാതെ VSനായി ജനക്കൂട്ടം തടിച്ചുകൂടിയപ്പോൾ പാർട്ടിക്ക് ജനഹിതത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വരികയായിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് സംസ്ഥാനത്തുടനീളം VDക്ക് വേണ്ടി പ്രകടനങ്ങൾ ഉണ്ടായത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD നടത്തിയ പോരാട്ടം സമാനതകളില്ലാത്തതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 102 സീറ്റുകളുമായി UDF ചരിത്ര വിജയം നേടിയപ്പോൾ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്ന പേരുകൾ. പിന്നീട് അങ്ങോട്ട് 3 പേർക്ക് വേണ്ടിയും ചേരിതിരിഞ്ഞ് ആളുകൾ തെരുവിലിറങ്ങി പ്രകടനങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. എന്നാൽ VD സതീശന്റെ കാര്യത്തിൽ തെരുവിലിറങ്ങിയത് അണികൾ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടായിരുന്ന ഒരു കൂട്ടം ജനങ്ങളും അദ്ദേഹത്തിനോടൊപ്പം അണിചേർന്നിരുന്നു. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന ഫ്ലക്സ് ബോർഡുകളുമായി അണികളും ജനങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരുവിലിറങ്ങി. വൈകാരികമായ പ്രതികരണങ്ങൾ വരെ സതീശനെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിന്റെ പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞു. 2006 ഒരു ഭരണപരിചയവും ഇല്ലാതെയാണ് VS അന്ന് മുഖ്യമന്ത്രി കസേരയിൽ അവരോധിക്കപ്പെട്ടത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉണ്ടാക്കിയെടുത്ത പ്രവർത്തന മികവും ജനകീയ പിന്തുണയുമായിരുന്നു അന്ന് VSന് കൈമുതലായിരുന്നത്. ഏതാണ്ട് അതേ സ്ഥിതിവിശേഷമാണ് VD സതീശനുമുള്ളത്. പഞ്ചായത്തിൽ പോലും ഒരു തരത്തിലുള്ള ഭരണപരിചയവും ഇല്ലാതെയാണ് VD സതീശൻ മുഖ്യമന്ത്രിയാവുന്നത്. പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടാക്കിയെടുത്ത ജനകീയ പരിവേഷം മാത്രമാണ് അദ്ദേഹത്തിനും അവകാശപ്പെടാനുള്ളത്. അതുതന്നെയാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി എന്ന വിശേഷണം കൂടി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചതിന് കാരണമായതും. UDF 100ലേറെ സീറ്റുകൾ നേടി ചരിത്ര വിജയം നേടുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ VD ആവർത്തിച്ചിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവചനം അച്ചട്ടായി മാറുകയും ചെയ്തു. ഇടതുപക്ഷം ഭരണ തുടർച്ച നേടിയതോടെ തിരിച്ചുവരവിനൊരുങ്ങിയ കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിയതിൽ സതീശന്റെ പങ്ക് ചെറുതല്ല. നിയമസഭയിലും പുറത്തും UDFനെ മുന്നിൽ നിന്ന് നയിക്കാനും സതീശനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന് കൂടിയുള്ള അംഗീകാരമായിട്ടാണ് മുഖ്യമന്ത്രി പദവി അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്.